അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് നല്ല രീതിയിൽ കറക്ഷനാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ട്രംപ് ജോയിൻ ചെയ്യുന്നത് മെയിനായിട്ട് ഒരു മാർക്കറ്റ് ഇത്രയും കറക്ഷൻ വരാനുള്ള കാരണം മെയിനായിട്ട് ഈ ടാരിഫ് വാറും കാര്യങ്ങളുമാണ്. നിങ്ങൾക്കറിയാം എവിടെ ഏതൊരു മാർക്കറ്റായാലും ഏതൊരു കൺട്രി ആയാലും ഇപ്പോൾ ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റായാലും നിങ്ങൾ നോക്കി അറിയാം. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്ന സംഭവം, ഈ ക്രിപ്റ്റോ കിങ് എന്ന് പറഞ്ഞാണ് ട്രംപ് വന്നത്. പക്ഷേ ട്രംപ് 20-ാം തീയതി ജനുവരി 20 മുതൽ നിങ്ങൾ നോക്കി അറിയാം, അന്ന് എല്ലാവരും പറഞ്ഞു ഭയങ്കരമായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു ബിറ്റ് കോയിൻ 1,80,000-9,000 വരെ വന്ന ബിറ്റ് കോയിനാണ് ഇപ്പോൾ ഇന്നോടെ 74K മേജറായിട്ടൊരു സപ്പോർട്ടാണ്. ഇനി അടുത്ത ഒരു 73-72 അടുത്ത് നമുക്ക് നോക്കേണ്ടത്. അതിനും താഴെ പോയാൽ പിന്നെ ആൾട്ടോൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നിങ്ങൾ നോക്കിയറിയാം എതേറി എല്ലാവരും വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം പല ട്വിറ്റർ അതായത് എക്സ് അക്കൗണ്ടിൽ ആയാലും പലരും പറയും എതേറി അങ്ങ് ഭയങ്കര മൂവ്മെൻറ്റാണ്. പക്ഷേ നിങ്ങൾ എതേറിയത്തിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാം. മന്ത്ലി ചാർട്ട് എടുത്താൽ ഇത് ഡിസംബർ 2024 ആ ഒരു ടൈമിൽ എതേറിയം $4,107 പോയി. ഇവിടെ ആരെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ 5,000-10,000 ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ലോസ് നോക്കിയേ. പിന്നെ അവർ ആവറേജ് ചെയ്താലും വീണ്ടും ലോസാണ്, വീണ്ടും ആവറേജ് അവർ ചെയ്യും. പിന്നുള്ള മാസങ്ങൾ നിങ്ങൾ നോക്കിയേ, ആ ഒരു നവംബറിലാണ് എതേറിയം ആ ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഡിസംബറിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു പമ്പ് ഉണ്ടായിട്ട് ഇവിടെ കൊണ്ടുപോയി ആ ഡമ്പാക്കി 3,194 വന്ന് 4,100 നിന്ന്. ഓക്കെ, ആ റേഞ്ച് എത്തിയിട്ട് പിന്നെ ജനുവരിയിൽ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നിങ്ങൾ നോക്കിയറിയാം ഇത്രയും മാസങ്ങൾ എതേറിയം ഈ ഒരു വർഷം ഇത്രയും മാസമായി എതേറിയം ഒരു പെർഫോമൻസ് പോലും ചെയ്തിട്ടില്ല. ഓക്കെ, എതേറിയം അതിന് മുമ്പ് വന്ന ആ ഒരു ഏരിയയിലോട്ടൊക്കെ എത്താറായി. ഈ ഒരു 2023 9-ാം മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ വന്ന ഏരിയ കഴിഞ്ഞ് താഴെ പോയി കണ്ടോ എതേറിയം. അന്ന് വന്ന ഏരിയക്കാട്ടി താഴെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓക്കെ അറിയാം. അപ്പോൾ എതേറിയം മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓവറായിട്ടുള്ള ഫീ, പിന്നെ ഒരു ബ്ലോക്ക് ചെയിനാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വലിയ റിട്ടേൺ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇത് പ്രോഫിറ്റ് എടുത്തതാണ്. പിന്നെ ഈ ഒരു ബ്ലോക്ക് ചെയിനും മറ്റ് ഇപ്പോൾ സൂയി ആയിക്കോട്ടെ, ആപ്റ്റോസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ചെയിനുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു എതേറിയം അത്ര രീതിയിൽ മികച്ച രീതിയിൽ ഒരു പെർഫോമൻസോ അല്ല എതേറിയത്തിൻ്റെ മുതലാളിയായ വിറ്റാലിക്കൊന്നും ഇതിന് പുറകിലൊന്നും നടക്കുന്നതായിട്ടൊന്നുമില്ല. അയാൾ പ്രത്യേകിച്ച് ഈ എതേറിയൊന്നും അങ്ങനെ ബൈ പോലും ചെയ്യില്ല. അയാൾ വേറെ വല്ലതൊക്കെ നോക്കത്തേ ഉള്ളൂ, ഒരു സപ്പോർട്ട് പോലും ഇല്ല. പിന്നെ ആളുകൾ ഈ എതേറിയം പോകുമെന്ന് പറഞ്ഞിട്ട് ആളുടെ പോക്കറ്റ് കാലിയായി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എടുക്കാം, ഇപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഇത് എടുക്കാവുന്നില്ല, നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈ റിട്ടേണൊക്കെ വലിയ രീതിയിൽ ഹൈ ഒക്കെ പ്രതീക്ഷിക്കുകയെന്ന് വെച്ചാൽ ആദ്യം 2,000 ഒക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, സ്വപ്നം കാണാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബിറ്റ് കോയിന് എൻട്രി എടുക്കാം, ബിറ്റ് കോയിന് നിങ്ങൾക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ബൈ ദ ഡിപ്പിൽ എടുക്കേണ്ട കുറച്ച് കോയിനുകൾ പറയാം. ആപ്റ്റോസ്, സൂയി, വേംഹോള്, വെറ്റ് അതായത് വി ചെയിൻ, യൂണിസ്വാപ്പ്, പിന്നെ ഡോട്ട്, നിയർ, ICP, വെറ്റ് പറഞ്ഞല്ലോ, കർഡാനോ, പിന്നെ XRP ഒരു വേസ്റ്റ് ആണെങ്കിൽ XRP നിങ്ങൾക്ക് ബൈ ചെയ്യാം, അത് നല്ല രീതിയിൽ ന്യൂസ് കാര്യങ്ങൾ. പിന്നെ TRX ഇതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ ഉണ്ടോ, പിന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നല്ല പ്രൊജക്റ്റുകൾ, GRT ഇതുകൊണ്ടുള്ളതൊക്കെ നല്ല രീതിയിൽ എൻട്രി എടുക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു പറയുന്നതൊക്കെ ചാടിക്കയറി എൻട്രി എടുത്തിട്ട് ലോസ് വന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കൂടുതലും ബിറ്റ് കോയിന് മാക്സിമം എൻട്രി ചെയ്യുക. ബിറ്റ് കോയിൻ ഇനിയും ചിലപ്പോൾ ഡംപ് വന്നേക്കാം, പക്ഷേ ബിറ്റ് കോയിന് മെയിനായിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ അടുത്ത 74-76K ആണ് സപ്പോർട്ട് ഏരിയ നിൽക്കുന്ന പോലെ ഇരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് വീണ്ടും താഴോട്ട് പോകുന്നു, ചിലപ്പം വീണ്ടും എല്ലാവരും ഒന്ന് പാനിക്കാക്കും ഇത് താഴെ പോകുമെന്ന് പറഞ്ഞിട്ട്. വേണമെങ്കിൽ ഷോർട്ട് എടുക്കുക, അപ്പോൾ അവിടെയും ലിക്വിഡേറ്റ് അടിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പം ബിറ്റ് കോയിൻ എപ്പോഴും സേഫാണ്. ബാക്കിയുള്ള കാര്യത്തിലൊന്നും നിങ്ങളിപ്പം ബിറ്റ് കോയിൻ എവിടെ എൻട്രി എടുത്താലും ബിറ്റ് കോയിൻ എന്തൊക്കെയാലും സേഫാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടും. പക്ഷേ ബാക്കി ആൾട്ടോയിന് നമുക്കൊരു 100% പോയിട്ട് ഇത്ര പോലും നമുക്ക് ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല. പിന്നെ എല്ലാം റിസ്ക്കാണ്. ആൾട്ടോയിനും ബൈ ചെയ്യണം, നല്ല രീതിയിൽ ആൾട്ടോയിനൊക്കെ ഉണ്ടെങ്കിൽ ബൈ ചെയ്യാം. ഓവറായിട്ട് ഫണ്ട് എടുത്ത് ആൾട്ടോയിന് ഇടാതിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ബിറ്റ് കോയിന് മറക്കാതിരിക്കുക. അപ്പോൾ ആരും പാനിക്കൊന്നും വേണ്ട. ഇതിൻ്റെ മെയിൻ കാരണം ഈ ട്രംപാണ്. മൊത്തത്തിലുള്ള മാർക്കറ്റിനെ ഈ ഒരു 2000-ന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ക്രാഷ് തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മൾ നോക്കിയാൽ ഈ ഒരു 4-ാമത്തെ മാസം ഈ ഒരു വർഷത്തിലെ റണ്ണിങ് ആയി. ഒരു 4 മാസം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വീക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ എല്ലാ വീക്കും നല്ല രീതിയിൽ ലിക്വിഡേഷൻ അടിപ്പിച്ച് പോയിട്ടുണ്ട്. ലോങ് ട്രേഡ് എടുത്തവരെ മൊത്തം ലിക്വിഡേഷൻ അടിപ്പിച്ചു. പക്ഷേ ഷോർട്ട് ട്രേഡ് എടുത്തവർ ഈ ഒരു 4 മാസം കൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നുകൂടെ നല്ല രീതിയിൽ തന്നെ ഷോർട്ട് സെല്ലേഴ്സ് നല്ലതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാറുമായിരിക്കും. ഈ ഒരു ട്രംപ് ഇങ്ങനെയൊക്കെ ഒരുപാട് ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ആരും പാനിക്കുന്നതാണ്. ബിറ്റ് കോയിനെ നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.